നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് ഒന്നും നൽകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പ്രതീതി അത് കുറച്ച് നാളുകളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും. പക്ഷെ അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ എല്ലാ 4 മാസവും കൂടുമ്പോൾ 2000 രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് കൊടുക്കും. അതും പിണറായി സർക്കാർ കൊടുക്കുന്ന പൈസയാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഈ സഖാക്കന്മാര്. അപ്പോൾ ഈ 2000 രൂപ വെച്ച് കിട്ടുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കേരളത്തില് 34 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, കേരളത്തിലൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളവർക്കുള്ള മറുപടിയാണ്. 34 ലക്ഷം ആളുകൾക്കാണ് ഈ 2000 രൂപ വെച്ചുള്ള ഇത് കിട്ടുന്നത്. എന്തിന്? ഇപ്പോൾ നമുക്കറിയാം, പാവപ്പെട്ടവർക്കുള്ള വീട് പണിത് കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കേരളത്തിന്റെ പേര് മാറ്റിയിട്ട് അവർ ലൈഫ് എന്നൊക്കെ ആക്കാൻ ശ്രമിച്ചു. ആ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ സഹായം കൊണ്ട് 1,16,000 ആളുകൾക്കാണ് കേരളത്തിൽ പാവപ്പെട്ടവർക്കാണ് വീട് പണിഞ്ഞ് ലഭിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുന്നു. ആ ഗ്യാസ് കൊടുക്കുന്ന പദ്ധതി ഇപ്പോൾ ഉജ്ജ്വല എന്ന് പറയുന്ന പദ്ധതി പ്രകാരം 3,41,000 ആളുകൾക്കാണ് കേരളത്തിൽ ഈ ഗ്യാസ് കണക്ഷൻ കാരണം സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ഈ ഗ്യാസ് കണക്ഷൻ ലഭിച്ചത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന മറ്റൊരു പദ്ധതി ഇപ്പൊ നമുക്കറിയാം, ആയുഷ്മാൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി. ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിന്റെ ഗുണഭോക്തൃ